തൃശൂരിൽ 15,000-ഓളം ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ നതാലെ ഉടൻ തുടങ്ങും. നിശ്ചല ദൃശ്യങ്ങളടങ്ങുന്ന ഘോഷയാത്ര സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കും. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. പൂരം കൊടിയേറുന്ന പുലികൾ ഇറങ്ങുന്ന തൃശൂർ നഗരത്തിൽ ഇപ്പോൾ പാപ്പമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പ്രായഭേദമന്യേ നിരവധി പാപ്പമാർ അവിടെ ഉണ്ട്. ആഘോഷങ്ങൾ, വർണ്ണാഭമായ കാഴ്ചകൾ. ഏതു ഭാഗത്താണ് ഇപ്പോൾ വിഷ്ണു ഉള്ളത്? എപ്പോഴേക്ക് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകും? ബോൺ നതാലെ അല്പസമയത്തിനകം തൃശൂരിൽ തുടങ്ങും. 15,000-ഓളം ക്രിസ്മസ് പാപ്പമാരാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. നിശ്ചല ദൃശ്യങ്ങളുണ്ട്. ഘോഷയാത്ര സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ചുവന്ന നിറത്തിൽ വർണ്ണാഭമായിരിക്കുകയാണ് തൃശൂർ നഗരം ഇപ്പോൾ. പതിനയ്യായിരത്തോളം പാപ്പമാർ ഈ ബോൺ നതാലയുടെ ഭാഗമായി പങ്കെടുക്കും. 17ഓളം നിശ്ചല ദൃശ്യങ്ങളും ഇതിന്റെ ഭാഗത്തുണ്ട്. മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ തൃശൂരിൽ എത്തിയിട്ടുണ്ട്. ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ, ബോൺ നതാലയുടെ ഭാഗമാകാൻ, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ബോൺ നതാലെ അത് തൃശൂർ നഗരത്തിൽ അല്പസമയത്തിനകം ഔദ്യോഗികമായി തുടക്കം കുറിക്കും. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള 16 ഫറോനകൾക്ക് കീഴിലുള്ള 230ഓളം ഇടവക പള്ളികളിൽ നിന്നായി പ്രതിനിധികൾ ഈ ബോൺ നതാലയുടെ ഭാഗമായി, ആഘോഷത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. 165ഓളം പള്ളികളിൽ നിന്നുള്ള പാപ്പമാർ നഗരത്തിലെത്തും. ഇവർ നഗരം കീഴടക്കും. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അടക്കം തൃശൂർ നഗരത്തിൽ ഉണ്ട്. വർണ്ണാഭമായ കാഴ്ചകളാണ് തൃശൂർ നഗരത്തിൽ നിന്ന് വരുന്നത്. 15,000-ഓളം പാപ്പമാർ ഈ ആഘോഷത്തിന്റെ ഭാഗമായി എത്തുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇപ്പോൾ ഏതു ഭാഗത്താണ്? എപ്പോഴേക്ക് ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം ഉണ്ടാകും? അല്പസമയത്തിന് തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകും. ഞാൻ ഈ സെന്റ് തോമസ് കോളേജിന് തൊട്ടടുത്താണുള്ളത്. ഇവിടെയാണ് ഈ പാപ്പാഞ്ഞുമാരെല്ലാം ഒരുങ്ങിയിരിക്കുന്നത്. വിവിധ ഇടവകൾ കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ 120ഓളം വരുന്ന ഇടവകളിൽ നിന്ന് 15,000-ഓളം വരുന്ന പാപ്പമാരാണ് ഈ തൃശൂർ സ്വരാജ് റൗണ്ട് കീഴടക്കാൻ വേണ്ടി എത്തുന്നത്. കല്ലൂർ ഈസ്റ്റ്, കൂട്ടാല, ആവണിശ്ശേരി, അങ്ങനെ വലിയ തിരക്ക്. ഇവിടെ വലിയ സന്തോഷം, ആവേശം. തൃശ്ശൂരിന്റെ എല്ലാ സന്തോഷവും ആവേശവും ഒക്കെ ഇന്ന് ഈ ബോൺ നതാലെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാവരും അവരുടെ ഇടവകളുടെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടുള്ള ആവേശമാണ്. ഈ ബോൺ നതാലെ ആരംഭിക്കുന്നത് 2013-ലാണ്. അത് പിന്നീട് അങ്ങോട്ട് പുരോഗമിച്ച് ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും വലിയ ആവേശം. നിങ്ങൾ ജയിക്കോ, കപ്പടിക്കോ? എത്ര പേരുണ്ട്? 45 പേരും കപ്പടിക്കാൻ വേണ്ടി വന്ന് ഡാൻസ് കളിക്കോ? കളിച്ചോ? എല്ലാവരും വലിയ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ഈ പറയുന്ന പാപ്പാ നൃത്തം കളിക്കുന്ന കാഴ്ചയാണ് ബോൺ നതാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി പ്രത്യേക പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ താളത്തിൽ വേഷവിധാനങ്ങളൊക്കെ നോക്കിയാണ് ഇതിൽ മത്സരത്തിൽ ഏത് ഇടവകയാണ് വിജയിച്ചതെന്ന് അറിയുക. അതിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉണ്ട്. ആ ചേച്ചിയൊക്കെ ഇവിടെ വന്ന് വൈകുന്നേരം തൊട്ട് നിൽക്കുകയാണ്. ചേച്ചി ജയിക്കോ? നിങ്ങൾ ജയിക്കോ? എന്താ കാര്യം? എന്താ ഫുൾ സെറ്റാണോ? എപ്പോ എത്തി? ഇതിന്റെ ഒരു ഒരുക്കമൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? കുറെ മാസങ്ങളായോ? 2 മാസമായി. വലിയ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഓരോ ഇടവകയിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത്. ഇത് മരിയാപുരം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നുള്ള ആളുകളാണ്. നിങ്ങളുടെ ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? എന്തെങ്കിലും പ്രത്യേകതകൾ അങ്ങനെ എന്തെങ്കിലും? ഭയങ്കര ഫ്രഷ് സാധനമായി പോയിട്ടോ ഈ ഫേസ് പെയിന്റ്. അതായത് ഫേസ് പെയിന്റ് ആണ് ഇവരുടെ മാസ്റ്റർ പീസ്. അതിലവർ കപ്പടിക്കുന്നതാണ് അവർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ പാപ്പാജിമാർക്കൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഫ്ലോട്ടുകളാണ്. AI ഫ്ലോട്ടുകളാണ് ഇത്തവണത്തെ ബോൺ നതാലെ ഒരു സെൻട്രൽ അട്രാക്ഷനായി അവതരിപ്പിക്കാനുള്ളത്. അത് പ്രധാനമായും ഈ
സമ്മാനം വിതരണം ചെയ്യുന്ന പാപ്പായും അതോടൊപ്പം ക്രിസ്മസ് ട്രീയും ഒക്കെ അടങ്ങുന്നതാണ്. അതാണ് ഇത്തവണത്തെ ഈ പറയുന്ന ബോണ്ണത്താലയുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി അതിരൂപത അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഒരുക്കിയതാണ്. ഇതാ ഇങ്ങനെ നിരനിരയായി പാപ്പമാർ തൃശ്ശൂർ നഗരം ഇങ്ങനെ ചുവന്നിരിക്കുകയാണ്. പാപ്പമാരെ കൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷത്തിലാണ് ആളുകൾ. രാജ്യത്ത് പലയിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ അതിക്രമം കൂടി നേരിടുന്ന സമയത്ത് ഈ ജാതി മത ഭേദമന്യേ ആളുകൾ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത് ഒരു സന്തോഷം കൂടിയാണ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.